ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നലെ ഗുരുവായൂർ ഏകാദശിയായിരുന്നല്ലോ. ഇന്ന് ദ്വാദശി. ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നമ്മുടെ ഭഗവാനെ കാണുവാനും അനുഗ്രഹം വാങ്ങിക്കുവാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. ആ അനുഭവം പങ്കുവയ്ക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗുരുവായൂർ പോയ കാര്യം എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ അന്നും പറഞ്ഞിരുന്നു. ഇന്നലെയും പോയി. അത് ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തി. കുളിച്ച് വേഷമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും 5 മണിയോടുകൂടി ആയി. 5 മണിയായി, ഏകദേശം 4:45 5 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നലെ ക്ഷേത്രത്തിൽ വന്നവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. കൂടുതൽ പേർക്കും നല്ല വിഷമമൊക്കെ ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. എനിക്കും നല്ല വിഷമം ഉണ്ടായി. പക്ഷെ അതിൽ ആ വിഷമം ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടായെങ്കിലും മനസ്സിന് സന്തോഷം തരുന്ന, ആശ്വാസം തരുന്ന ഭഗവാന്റെ പ്രത്യേക പരിഗണന ലഭിച്ചതും വളരെ സന്തോഷം, വളരെ അനുഗ്രഹമായി മാറുന്നു. നമ്മുടെ ഭഗവാന്റെ ഉദയാസ്തമന പൂജ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു. അത് കോടതിയിൽ തന്ത്രിയും ദേവസ്വം ബോർഡും കൂടി അത് വേണ്ട, ഏകാദശി ദിവസം ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം അത് ഒഴിവാക്കി അതിന് തൊട്ട് മുൻപുള്ള ഏകാദശിക്ക് അത് നടത്തി എന്നാണ് അവർ കോടതിയിൽ വാദിച്ചത്. അത് ആ വാദം ഇന്നലെയാണ് കേട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം അത് ചൊവ്വാഴ്ച അത് കേസ് എടുക്കണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും അത് കൂടുതൽ പഠിക്കേണ്ട കേസായത് കാരണം ഇന്നലെയാണത് ഉച്ചയോടുകൂടിയാണ് തീരുമാനം വന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, പരശുരാമനാൽ ആചാരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ട് അവിടുത്തെ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ ആദിശങ്കര ആചാര്യർ ചിട്ടപ്പെടുത്തിയ രീതികളാണ്. ഭഗവാൻ തന്നെ ശങ്കരാചാര്യർക്ക് നിർദ്ദേശം കൊടുത്തതാണ് ക്ഷേത്രാചാര വിധികളൊക്കെ നടത്തി എല്ലാത്തിനൊരു കൃത്യതയുണ്ടാക്കുവാൻ. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മുടെ മഹത്തായ ആചാരങ്ങൾ, നമ്മുടെ ആചാര്യന്മാരുടെ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആ പുണ്യഭൂമി, ആ പരിപാവനമായ ക്ഷേത്രം, അതിൽ ചില പ്രത്യേക വ്യക്തികളുടെയൊക്കെ താല്പര്യപ്രകാരം അതിന് മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലെ അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ. സത്യത്തിൽ ഭഗവാൻ ഇല്ലേ അവിടെ എന്ന് എനിക്ക് തോന്നി. ഭഗവാൻ ശ്രീലകത്ത് നിന്ന് പിണങ്ങിപ്പോയോ? എന്താണ് ഈ ഭക്തജനങ്ങളോട് ഭഗവാൻ ഇത്രയ്ക്കങ്ങ് സാധാരണക്കാരോട് കാണിക്കുന്ന ഒരു വിവേചനം? ഭഗവാനല്ല, അവിടുത്തെ അധികാരികൾ സാധാരണ ജനങ്ങളെ വഴിയാധാരമാക്കുന്നത് പോലെ വഴിയിലും പൊടിയിലും കോൺക്രീറ്റ് കെട്ടിടം, അതായത് പൂന്താനം ഹാളിൻ്റെ പിന്നാമ്പുറത്തുള്ള വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന അതിൻ്റെ കോൺക്രീറ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് 3, 4, 5 ഒക്കെ ആയിട്ടിങ്ങനെ റോയായിട്ട് തിരിച്ച് കയറ് കെട്ടി അതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റ് ഇട്ടിട്ട് വളരെ ശക്തിയുള്ള ബൾബുകളും ഇട്ട് സന്ധ്യയായി കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞാൽ ചൂടത്ത് മനുഷ്യരിൽ നിന്ന് ഉരുകുകയാണ്. അതും ആർക്കും പാദം താഴെ സ്പർശിക്കേണ്ടി വരുന്നില്ല. മറ്റൊരാളുടെ ശരീരത്തെ താങ്ങിയാണ് അടുത്ത ആൾ നിൽക്കുന്നത്. അത്രയ്ക്ക് ശ്വാസം പോലും ഇടാൻ പറ്റാത്ത ചൂടത്ത് എല്ലാവരും കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ അണിഞ്ഞ് നന്നായി ഒരുങ്ങി ഭഗവാനെ കാണാൻ ക്യൂവിൽ വന്നതാണ്. അപ്പോഴാണ് ഒരു ക്യൂവിൽ ഒരാളൊന്ന് ചലിച്ചാൽ മതി, ആ കോൺക്രീറ്റിൻ്റെ പൊടിക്കകത്താണ് നമ്മളീ നിൽക്കുന്നത്. ആ പൊടിയെല്ലാം ഉയർന്ന്, അപ്പോൾ അത്രയും പേർ തിങ്ങി നിൽക്കുന്ന ആ സ്ഥലത്ത് എന്ത് പൊടിയായിരിക്കും ഓരോരുത്തരുടെ ഉള്ളിൽ പോയതും, ഓരോരുത്തർക്കും എന്ത് ബുദ്ധിമുട്ട്. എല്ലാവരും ഏകദേശമൊക്കെ പ്രായമുള്ളവരും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. പല വ്യത്യസ്ത ഏജിലുള്ള പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും. പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. ആംബുലൻസിൽ ധാരാളം പേരെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി. അവിടെ തിരക്കിനിടയിൽ ഒരു പ്രായമുള്ള അമ്മ ഉരുണ്ടു വീണ് അവരെ ചവിട്ടി, അവരെ എല്ലാവരും താങ്ങിയെടുത്തു. എത്രയെന്ന് പറഞ്ഞാണ് മനുഷ്യരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ശരീരം കുഴയും.
ഒരു ഒന്ന് നമ്മൾ സൂചി കുത്താൻ ഇടമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒരാൾ മറ്റൊരാളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന പോലെയാണ് നിൽക്കുന്നത്. എന്നാൽ ആ ഹാളിനുള്ളിൽ, പൂന്താനം ഹാളിനുള്ളിൽ വളരെ വിശാലമായ സ്ഥലം കിടപ്പുണ്ടായിരുന്നു, ഡെസ്കും കസേരകളും ഒക്കെ. അതിലേക്ക് ഈ ഭക്തജനങ്ങളെ അതിൽ കയറ്റി ഇരുത്തുകയോ നിർത്തുകയോ എന്തെങ്കിലും ചെയ്താൽ അവിടെ വെറും നിലത്ത് പോലും അവരിരുന്നേനെ. അങ്ങനെ അതിനുശേഷം അതിൽ നിന്നാണ് പിന്നീട് ക്യൂവിലേക്ക് ആളിനെ വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നിർത്താൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല. ആ പൊടിക്കകത്ത് പരസ്പരം ചേർന്ന് 5 മണിക്കൂറോളം, 5 മണിക്കൂറിൽ കൂടുതൽ ആ പൊടിയിൽ തന്നെ നിന്ന നിലയിൽ നിന്നു. അങ്ങനെ നിന്ന് പൂന്താനം ഹാളിനകത്തേക്ക് ഡോറ് തുറന്ന് ആൾക്കാരെ പ്രവേശിപ്പിച്ചു. കുറച്ച് പേരെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം വടക്ക് വശത്തേക്ക്, അതായത് നമ്മുടെ കിഴക്കേ നടയുടെ തെക്കുഭാഗത്തൂടുള്ള ഒരു റോഡിലൂടെ കിഴക്കേ നടയുടെ കിഴക്കേ അറ്റത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ക്യൂ അല്ല, ജനങ്ങൾ ഒന്നിച്ച് ഒരേപോലെ തിങ്ങി നിറഞ്ഞ്, അതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിനിടയിൽ പലരുടെയും കൈക്കും കാലിനും ഒക്കെ അപകടങ്ങളും മുറിവുകൾ, ഒത്തിരി ശാരീരിക പ്രശ്നങ്ങളൊക്കെയാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളെയാണ് ഇങ്ങനെ ഇരിക്കാൻ ഒരു കസേരയില്ല, എല്ലാവരും ഇരുന്നിട്ട് പോയിട്ട് കാല് കുത്താൻ അവിടെ സ്ഥലമില്ല. അപ്പോൾ ഒരു ഫാനില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ പൊടിക്കകത്ത് ഇങ്ങനെ മണിക്കൂർ കണക്കിന് നിർത്തിയിരിക്കുക. ആ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? മറ്റ് VIP-കളെയും വിളക്ക് കൊളുത്തി കൂടുതൽ പൈസ വാങ്ങി അകത്ത് കിടക്കുന്നവരെയും പിന്നെ ക്ഷേത്ര അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ആൾക്കാരെ കടത്തി വിടാനും ഒക്കെയുള്ള ക്യൂ ആണ്. അതെല്ലാം പോയി, എല്ലാവരും പോയി, ആളും അരങ്ങും ഒഴിഞ്ഞ് ഇനി ഒരു ക്യൂവും ബാക്കിയില്ല. രാത്രി ശിവേലിയും കഴിഞ്ഞപ്പോഴാണ് ഭഗവാനും ഉറക്കമായി കാണും. ആ സമയത്താണ് ഈ വൈകുന്നേരം 4 മണിക്ക് അല്ലെങ്കിൽ 4:45 ഞങ്ങൾക്കൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെങ്കിലും എത്താൻ കഴിഞ്ഞത്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്യൂവിലേക്ക് ചെല്ലാൻ പറ്റിയപ്പോൾ രാത്രി 11 മണിയായി. പക്ഷേ അതൊന്നും ഒരു വിഷമമായിട്ട് ഭഗവാൻ എനിക്ക് തോന്നിപ്പിച്ചിട്ടില്ല. ധാരാളം പേരവിടെ കൊഴിഞ്ഞ് വീഴുകയും തല കറങ്ങുകയും നെഞ്ചിൽ വേദന വരികയും കാലിന് വേദന വരികയും ഒക്കെ ചെയ്തു. അങ്ങനെ എന്ത് ബുദ്ധിമുട്ട്, ഈ സാധാരണ മനുഷ്യരുടെ ബുദ്ധിമുട്ടൊന്നും അധികാരികൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവരവിടെ ഇരിക്കുന്നവർ അറിയുന്നുണ്ടോ ഇങ്ങനെ കുറേ ജനങ്ങൾ ഇങ്ങനെ പൊടിക്കകത്തും കഷ്ടപ്പാടിലും നിന്ന നില ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുക എന്ന് പറയുന്നത് സത്യമായിരുന്നു. ഇന്നലത്തെ ഒരു തപസ്സായിരുന്നു. ഭഗവാൻ ആ തപസ് കണ്ട്, ആ സാധാരണക്കാരുടെ ആ വിഷമങ്ങൾ കണ്ട് ഭഗവാന്റെ മനസ്സരിയട്ടെ, ഭഗവാന്റെ ഹൃദയത്തിൽ അവർക്കെല്ലാം ഇടമുണ്ടാവട്ടെ, അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. അത്രയ്ക്കും അവിടെ നിന്ന മനുഷ്യരെല്ലാം വലഞ്ഞുപോയി. എന്നാൽ ഞങ്ങൾക്ക് ശേഷം വന്നവർ, ഈ 4 മണിക്കൊക്കെ ശേഷം 8 മണിക്കോ 9 മണിക്കോ ഒക്കെ തിരക്കൊഴിഞ്ഞിട്ട് കാണാമല്ലോ എന്ന് കരുതി വന്നവർക്ക് ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാനുള്ള ദർശനം പോലും കിട്ടിയില്ല. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ ക്ഷേത്രം അടച്ചു. ശ്രീകോവിൽ അടച്ചതിന് ശേഷം വെളിയിൽ നിന്ന് അവർ ഭഗവാനെ മനസ്സാ ധ്യാനിച്ചിട്ട് തിരികെ പോന്നു. ഞാനത് തിരികെ വരുമ്പോൾ ട്രെയിനിൽ ധാരാളം ഭക്തരുണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചപ്പോഴാണ് അവരെല്ലാം രാത്രിയിൽ 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ഒക്കെ വന്നവർ, അവർ അത്രയും മണിക്കൂർ അത്രയും ദൂരെ പൊടിക്കകത്തൂടൊക്കെ നിന്ന് അവസാനം പ്രധാന വാതിലിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻഭാഗത്തെത്തിയപ്പോഴാണ്, അപ്പോഴത്തേക്കും രാവിലെയായി, ക്ഷേത്രം അടയ്ക്കുന്നു, ഇനി ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള ആ ദുഃഖകരമായ വാർത്ത അവർ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന വേദന എന്തുമാത്രമാണ്. ഇങ്ങനെ കൃത്യമായി ഇപ്പം രാവിലെ ഉദയാസ്തമന പൂജകൾ ചെയ്യാതിരുന്നത് തന്നെ ഭക്തജനങ്ങളുടെ തിരക്കൊഴിവാക്കാനാണെന്നാണ് അധികാരികൾ പറഞ്ഞത്. എന്നാൽ ആ ഭക്തജനങ്ങളുടെ തിരക്ക് കൺട്രോൾ ചെയ്യുവാനുള്ള അധികാരങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന സംവിധാനങ്ങളോ ഒന്നും അവിടെ ഇല്ല. സാധാരണക്കാർ കുറേ മണിക്കൂറുകൾ, 9 മണിക്കൂറൊക്കെ ഇന്നലെ ഞങ്ങളൊക്കെ നിന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം തന്നെ ലഭിച്ചത്. 9 മണിക്കൂറൊന്ന് ആലോചിച്ച് നോക്കൂ.
ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹം. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. രാവിലെ മുതൽ വെള്ളം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരാണ് അവിടെ നിന്ന് എല്ലാവരും എന്ന് പറയാം. വളരെ ചുരുക്കം ചിലർ മാത്രമേ കാണൂ വ്രതം എടുക്കാതെ ഭക്ഷണം കഴിച്ചവര്. അപ്പോൾ വെള്ളം പറ്റുന്നിടത്തോളം ഒക്കെ വെള്ളം ഓരോരുത്തർക്കും അവിടെ ഇവിടെയൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാം. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആഹാരങ്ങൾ യാതൊന്നും കഴിച്ചില്ല. ഒരു ഫ്രൂട്ട്സും ഒന്നും, പഴം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ രാത്രിയിൽ ഈ ഇത്രയും മണിക്കൂറുകളൊക്കെ ആയിക്കഴിഞ്ഞ് 10-11 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ക്യൂവിൽ നിൽക്കുന്നവരുടെ തളർച്ചയും ക്ഷീണവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ട് ഒരു ഹെൽത്തിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ അവിടെ ആൾക്കാരെ കൊണ്ട് ശുചിയാക്കിച്ച് പെട്ടെന്ന് ടേബിളും വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് എവിടെ നിന്നോ വാഴക്കുലകൾ, പഴുത്ത വാഴക്കുലകൾ 3-4 കൊണ്ടുവന്ന് അവിടെ നിൽക്കുന്നവർക്കെല്ലാം അത് വിതരണം ചെയ്തു വെള്ളവുമായിട്ട്. അതിനുശേഷം പിന്നീട് അപ്പോഴെനിക്ക് ഒരു പഴവേ കിട്ടിയുള്ളായിരുന്നു തിരക്കിനിടയിൽ. അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഭഗവാന്റെ കദളിപ്പഴമായിരുന്നു. പിന്നീട് എങ്ങനെയോ അദ്ദേഹം തന്നെ വീണ്ടും വേറെ പഴുത്ത കുലകൾ കൊണ്ടുവന്നതിൽ ഒരു ചെറിയ കുല എടുത്ത് എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് പറഞ്ഞ ആവശ്യത്തിനെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഇനി ആവശ്യമുള്ളവർക്ക് കൊടുക്കൂ എന്ന്. എനിക്ക് വളരെ അതിശയം തോന്നി. എൻ്റെ ക്ഷീണവും എൻ്റെ അത്രയും നേരത്തെ ആ നിൽപ്പുമൊക്കെ അറിഞ്ഞിട്ടാകാം ഭഗവാനാണോ കൊണ്ടു തന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 3-4 കായ പറിച്ചെടുത്തിട്ട് പഴമെടുത്തതിന് ശേഷം അടുത്ത് അവർക്കും ആദ്യമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഏകദേശം കിട്ടിയിരുന്നു. എങ്കിലും മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ കദളിപ്പഴം ആയപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണല്ലോ എന്ന്. ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന എന്തുമാത്രം കുലകളാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് പഴുത്തതാണ് ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. അത് കഴിച്ചു. വെള്ളവും കഴിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണവും പോയി, ദാഹവും പോയി, എല്ലാം പോയി. ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പോയി. നാമജപത്തോടുകൂടി അത് മനനം ചെയ്യുകയാണ്. ഒച്ചത്തിൽ നാമം ജപിക്കാനൊക്കെ ആർക്കും ശക്തിയില്ല. ഞാൻ നാമം മനനം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് നേരം ഭഗവാനെ ഭജിക്കുവാൻ ഒരു അവസരമാണല്ലോ. ഹരിവാസര സമയമായിരുന്നു, സന്ധ്യ മുതൽ ഇന്ന് പ്രഭാതം വരെയും. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഇരുന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശരീരത്തിൻ്റെ ക്ഷീണവും ഈ ക്യൂവിൽ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് ഇരുന്നായിരുന്നെങ്കിൽ ഉറങ്ങിപ്പോയി എന്നെ മിക്കവരും. പക്ഷേ അങ്ങനെ നിന്ന് ക്യൂവിൽ നിന്നു അത്രയും 8-9 മണിക്കൂർ നിന്നത് കാരണം ഭഗവാനെ നന്നായിട്ട്, ഇനിയും ഭഗവാനെ ഉള്ളു ശരണം, ഭഗവാൻ വിചാരിച്ചാലേ ഞങ്ങൾക്ക് ദർശനം എടുക്കാൻ പറ്റൂ എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഓരോ ഭക്ത മനസ്സുകളും ഭഗവാനെ നാരായണ എന്നോരോരുത്തരോരുത്തര് വളരെ വിഷാദത്തോടുകൂടി ഒരു സമർപ്പണത്തോടുകൂടി വിളിക്കുന്നത് ധാരാളം കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഭഗവാനേ ഉള്ളൂ ഇനിയും ഞങ്ങളെ അവിടെ എത്തിക്കുവാൻ. അല്ലാതെ അവിടെ ഭഗവാനെ കാക്കുന്നവർ അല്ലെ ഭഗവാന്റെ അധികാരികളാന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊന്നും സാധാരണക്കാരുടെ മേൽ വലിയ ശ്രദ്ധയൊന്നുമില്ല. അതുകൊണ്ട് ഇനിയും ഭഗവാൻ തന്നെ ഞങ്ങളെ കടത്തി വിടട്ടെ, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നടക്കട്ടെ എല്ലാം എന്ന് എല്ലാവരും ഏക മനസ്സോടുകൂടി അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് ദർശനം തന്നത്. അതോ ദർശനത്തിന് വേണ്ടി അകത്ത് കടത്തിയപ്പോൾ അതിനേക്കാളും വളരെ സന്തോഷം തോന്നി. ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് കളഭമൊക്കെ ചേർത്ത് നിൽക്കുന്നു വെളുപ്പിനെ. സാധാരണഗതിയിൽ നമ്മൾ ആ പ്രവേശന ദ്വാരം തുറന്ന് അവിടെ കണ്ട് ഭഗവാനെ തൊഴുത് ഇങ്ങനെ നമ്മളെ നീക്കി വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ വീണ്ടും നമ്മളെ വടക്കുവശത്തൂടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുൻപിലുള്ള ആ വഴിയിലേക്ക്, ശ്രീകോവിലിന് തൊട്ടു മുന്നിൽ കൂടെ ദർശനം തന്ന് അവിടെ നിന്ന് നന്നായിട്ട് ഭഗവാനെ കാണുവാൻ കഴിഞ്ഞു. ഭഗവാനെ മനസ്സുകൊണ്ട് അറിഞ്ഞ് സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം ശ്രീകോവിൽ അടയ്ക്കുമ്പോൾ 8 മണിക്ക് നട അടയ്ക്കുമ്പോൾ അപ്പോഴും അകത്തുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരെയും ഇറക്കി, ശ്രീകോവിലിൽ നിന്ന് എല്ലാവരും പുറത്തിറക്കിയിട്ട് അവസാനം വെളിയിൽ കാണാൻ കഴിയാതെ, അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിന്നവർക്ക് ദർശനം കൊടുക്കുവാൻ വേണ്ടിയാകാം എല്ലാവരെയും ശ്രീകോവിലിന് പുറത്ത് ഇറക്കിയതിന് ശേഷം ഭഗവാനെ അണിയിച്ചൊരുക്കി വീണ്ടും സുന്ദരനാക്കി നിർത്തിയിരുന്നു. അതും
ആ കൊടിമരച്ചുവട്ടിൽ നിന്ന് നന്നായി കണ്ട് ഭഗവാനെ മനസ്സുകൊണ്ട് ഭഗവാനിൽ ലയിക്കുവാനൊരു അവസരവും കിട്ടി. എത്ര തിരക്കായിട്ടും ഇത്രയും നന്നായിട്ട് ഭഗവാനെ കാണാൻ ഇതിനു മുമ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ തിരക്കിൽ അത്രയും സുന്ദരമായ രീതിയിൽ ഭഗവാനെ പല രൂപത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷം. അതിനേക്കാളും ഈ സന്തോഷത്തിനിടയിലും ഭഗവാൻ വിശപ്പും ദാഹവും ഒന്നും തരാതെ, തളർച്ച തരാതെ ഇന്നലത്തെ ദിവസം സമ്പന്നമാക്കി. നാമജപത്തിലൂടെ മാത്രം പോകുവാൻ കഴിഞ്ഞു. ഗീതാ ജയന്തി ദിവസം ആയിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ആ ഭഗവത്ഗീത എൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് ട്രെയിനിലിരുന്ന് വായിക്കുവാനും ക്ഷേത്രത്തിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ വായിക്കുവാനും, ആ ക്യൂവിൽ അവസാനം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്യൂവിലെ ചെന്നിരുന്നപ്പോൾ ഇരിക്കാൻ, അവിടെ കുറച്ച് നേരം ഇരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അന്നേരമൊക്കെ അത് വായിക്കാനും ഒക്കെ വായിച്ചും പഠിച്ചും കഴിഞ്ഞ ഗീത തന്നെയാണെങ്കിലും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ വേറെ തലത്തിലേക്ക് ചിന്തിപ്പിക്കുന്നു. പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരും. അതെല്ലാം ഇന്നലെ സാധിച്ചു. ഒരു സമ്പൂർണ്ണ ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരുപാട് പേര്, ഒത്തിരി പേര് വിഷമിക്കുന്ന ആ രംഗങ്ങളും അത്രയുമൊക്കെ വിഷമിച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ എത്താൻ കഴിയാതെ പോയ ധാരാളം പേരുണ്ട്. ശരീരം കുഴഞ്ഞവരുണ്ട്. ഒരുപാട് പേര്. നമ്മൾ ഭക്തരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ, അവരവിടെ വീണ് ചവിട്ടേറ്റ് മരിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൈകാലുകൾ ഒടിഞ്ഞാലോ ശരീരം കുഴഞ്ഞ് തളർന്ന് വീണാലോ ആരെങ്കിലും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആംബുലൻസിൽ. അല്ലാതെ അവർക്കതൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് ഭക്തരെ രക്ഷിക്കുവാൻ അവിടെ യാതൊരു നടപടികളുമില്ല. എത്രയോ തിരക്കുള്ളത്, ഇതിനേക്കാൾ എന്തുമാത്രം തിരക്കുള്ളതാണ് തിരുപ്പതി ക്ഷേത്രമൊക്കെ. അവിടുത്തെയൊക്കെ സിസ്റ്റം, ആ സിസ്റ്റം എന്തുകൊണ്ട് നമ്മുടെ ഗുരുവായൂർ നടപ്പാക്കുന്നില്ല? ഇതൊക്കെ ഭക്തർ ഒന്നടങ്കം നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വിഷമമായിട്ട് തോന്നിയത് ഗുരുവായൂർ രാത്രി ശീവേലി കണ്ടിട്ടുള്ളവർക്ക് അതൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ രാത്രി ശീവേലി ഞാൻ ആദ്യമായിട്ടൊരിക്കൽ ഞാനും മക്കളും ആയിട്ട് ചെന്നപ്പോൾ രാത്രി ശീവേലി കാണുവാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. ജീവിതത്തിൽ വളരെ ഏറ്റവും പുണ്യം നിറഞ്ഞ, ഏറ്റവും സമ്പന്നമായ ഒരു ദിവസമായിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത്. പിന്നെ ഞാൻ എപ്പോൾ ചെന്നാലും രാത്രി ശീവേലി കാണുവാൻ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കും. കാരണം നമ്മുടെ ഗുരുവായൂരപ്പൻ 3 ആനപ്പുറത്ത്, ഗംഭീരന്മാരായ 3 ആനയുടെ അപ്പുറവും ഇപ്പുറവും സൈഡ് നിൽക്കുന്നത് ഭഗവാൻ ഇങ്ങനെ ആ ആനപ്പുറത്ത് എന്ത് രാജപ്രൗഢിയോടുകൂടിയാണ് ഗുരുവായൂർ രാത്രി ശീവേലി. എന്തുവാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ വീണ് കിടന്ന് ഉരുണ്ട സാഷ്ടാംഗം നമിച്ച് ആ പൊടിപടലമെല്ലാം നമ്മുടെ ദേഹത്ത് വാരിപ്പൂശാൻ നമുക്ക് തോന്നും. ആ ഭഗവാന്റെ ആ എഴുന്നള്ളത്ത്, ആ രാജകീയമായ ആ വരവ്, ആ പ്രൗഢി. പക്ഷേ ഹൈക്കോടതിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ഒരൊറ്റ ആനപ്പുറത്താണ് ഏകാദശി നാളിൽ പോലും ഭഗവാനെ എഴുന്നള്ളിച്ചത് രാത്രി ശിവേലി. എന്തുമാത്രം ആന, 50-ലധികം ആനയുണ്ട് ഗുരുവായൂരപ്പന്. എന്നിട്ട് പോലും കേവലം ഒരൊറ്റ ആനയുടെ പുറത്താണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഞാൻ ഇന്ന് കണ്ടു എഴുതി വെച്ചിരിക്കുന്നത് കോടതി വിധി ആനയുമായി ബന്ധപ്പെട്ടത്. തൃശ്ശൂർ പൂരത്തിന് ആനയില്ലാത്ത പൂരത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മുടെ ക്ഷേത്ര ആചാരങ്ങൾ. ഈ ആചാരങ്ങളൊക്കെ അട്ടിമറിക്കുവാനും ഇതൊക്കെ ഇവിടെ തകർത്ത്, ഇതൊക്കെ ഈ ഇത്രയും ഭക്തിസാന്ദ്രമായ ക്ഷേത്രാങ്കണങ്ങളും ക്ഷേത്ര ആചാരങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ സനാതനികൾ ഒന്നിച്ചു നിന്ന് അതിനെ എതിർക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? നമ്മുടെ തമിഴ്നാട്ടിലെ അവരുടെ ആ ദ്രവീഡിയൻ കൾച്ചറാണ് ജല്ലിക്കെട്ട്. അത് സുപ്രീം കോടതി വരെ ഇടപെട്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് അവർ പറഞ്ഞു, കോടതി വന്നിട്ട് എത്ര നാളായി, ഞങ്ങളുടെ സംസ്കാരമാണ് അതിനു മുന്നേ ഉണ്ടായത്, ഞങ്ങളുടെ നാടിന്റെ സംസ്കാരം, അതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് നാട്ടുകാരുൾപ്പെടെ ഒന്നിച്ച് കോടതിയിൽ ബോധിപ്പിച്ചു. അപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണോ അല്ലെങ്കിൽ 5 അംഗ ബെഞ്ച് അടങ്ങുന്ന ഒരു ജഡ്ജികളുടെ സമൂഹമാണോ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് നിയമം അല്ലെങ്കിൽ നടപ്പിലാക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്? അവർക്കൊക്കെ മുന്നേ, നിയമമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ, ബ്രിട്ടീഷുകാരിവിടെ വരുന്നതിന് മുമ്പേ നമ്മുടെ സംസ്കൃതി, നമ്മുടെ നാട്, നമ്മുടെ ഭാരതം, അഖണ്ഡ ഭാരതം ഇവിടെ എത്രയോ ഉജ്ജ്വലമായ രീതിയിൽ ഇവിടെ രാജാക്കന്മാർ പരിപോഷിപ്പിച്ചു കൊണ്ടുവന്ന സംസ്കൃതികളാണ്
നമ്മുടെ പുരാതന കാലത്തെ പുരാതന കാലത്തെ ഗുഹാക്ഷേത്രങ്ങൾ, ഓരോ ഗംഭീരമായ സൂര്യക്ഷേത്രം, അതുപോലെയുള്ള എത്ര എത്ര ക്ഷേത്രങ്ങളാണ് നമുക്ക് എണ്ണാൻ കണക്കില്ലാത്ത മനോഹരമായ, മനുഷ്യർ കണ്ട അന്തം വിട്ടുപോയി. ഈ ആധുനിക കാലത്ത് യന്ത്രത്തിൻ്റെ എല്ലാം എത്രയും വലിയ മെഷീനുകളുടെ സഹായത്തോടെ ചെയ്താൽ പോലും ഇത്രയും മനോഹരമാക്കാനും ഇത്രയും ഗാംഭീര്യമുള്ളതാക്കാനും കഴിയത്തില്ല. അത്രയ്ക്കും നമ്മൾ കണ്ട അത്ഭുതപ്പെടുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ശില്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു സംസ്കൃതി ഉടമകളാണ് നമ്മൾ. എന്നിട്ടും വെറുതെ പറയുന്ന കോടതിയുടെയും ഓരോ നിയമങ്ങളുടെയും ഒക്കെ പേരിലെ നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ ഇല്ലാതാക്കി അവസാനം എന്തായി തീരും നമ്മുടെ സനാതനികളുടെ ആരാധനാലയങ്ങൾ? മറ്റ് ധർമ്മങ്ങളിൽ ഉള്ളവരോട് കോടതി എന്താണ്, അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് എന്താ കൊണ്ടുപോകാത്തത്? കോടതിയിൽ അവരുടെ വിഷയങ്ങൾ വരാത്തത്? അവർക്ക് വിഷയങ്ങളൊന്നും ഇല്ലേ ആരാധനാലയവുമായി ബന്ധപ്പെട്ട്? അവർക്ക് നമ്മെക്കാളും എന്തെല്ലാം നൂലാമാലകളുണ്ട്. പക്ഷെ അതൊന്നും കോടതിയിൽ എത്തുന്നത്, കോടതി അനുകൂലമായോ പ്രതികൂലമായോ ഒന്ന് വിധിക്കുകയോ ചെയ്യുന്ന ഒരു അവസരം വരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ബഹുഭൂരിപക്ഷം മെജോറിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന തിരസ്കരണം എല്ലാ മേഖലകളിലും. എൻ്റെ കുടുംബക്ഷേത്രമാണ് ചെട്ടുകുളങ്ങര അമ്മ. അവിടെ കുത്തിയോട്ടമാണ് അമ്മയുടെ, ഭദ്രയാണ്, ചോറ്റാനിക്കര ദേവിയുടെ മകളാണ്. കൊടുങ്ങല്ലൂരമ്മ, ആ ചോറ്റാനിക്കരയിലിരിക്കുന്ന അതേപോലെ കൊടുങ്ങല്ലൂരമ്മയും ചോറ്റാനിക്കര ദേവിയൊക്കെ പോലെ തന്നെ കണ്ണകിയാണ് അമ്മ. ഒന്നും മനസ്സലിഞ്ഞ് വിളിച്ചാൽ ഏത് ഭക്തനായിക്കോട്ടെ, എവിടെ ഇരുന്ന് അമ്മ കേട്ടിട്ടുള്ളവർ മതി, അവർക്ക് പോലും അമ്മ അനുഗ്രഹം ചൊരിയുന്ന ശക്തി സ്വരൂപിണിയാണ് അമ്മ. അമ്മയുടെ ആ ശക്തിയുടെ പ്രധാനപ്പെട്ട ഒരു മൂല കാരണം തന്നെയാണ് കുത്തിയോട്ടം എന്ന് പറയുന്ന ആ ആചാരം. അത് ചെട്ടികുളങ്ങര മണ്ണിലാണ് അത് ആദ്യമായിട്ടുണ്ടായതും. അവിടുത്തെ ആശാന്മാർ എത്ര കുത്തിയോട്ട ആശാന്മാരാണ്. ഞങ്ങളുടെ വീടെല്ലാം കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടതാണ്. കുത്തിയോട്ടത്തിൻ്റെ ശീലുകളും ചുവടുകളും കണ്ടാണ് ജനിച്ചു വളർന്നതും എല്ലാം. അവിടുത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം കുത്തിയോട്ടം അറിയാം. ഞങ്ങൾക്കെല്ലാം അറിയാം അതിൻ്റെ സ്റ്റെപ്സും അതിൻ്റെ പാട്ടുകളും എല്ലാം. കാരണം ഞങ്ങളുടെയൊക്കെ വീടുകളിലാണ് കുത്തിയോട്ടം പഠിപ്പിക്കുകയും അരങ്ങേറുകയും വീണ്ടും ഓരോ കുംഭഭരണിയിൽ ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ചെട്ടുകുളങ്ങരയുടെ മാത്രം ഒരു സവിശേഷമായ ആചാരമാണ്. അത് കോടതിയിൽ നിന്നൊക്കെ വിധി കൊണ്ടുവന്നിട്ട് കുത്തിയോട്ടം വരെയും, അത് അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് കുത്തിയോട്ടം. അനുഷ്ഠാനം, ആചാരം എന്നല്ല അനുഷ്ഠാനമാണ്. അതുപോലും നിരോധിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് അനുഷ്ഠാനങ്ങളിലൂടെയാണ്, പൂജകളിലൂടെയാണ് ഏറ്റവും ശക്തി പ്രാപിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു, മറ്റെന്തിൻ്റെയൊക്കെയോ പേരും പറഞ്ഞ്. ഇതിനെതിരെയൊക്കെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം, ഒറ്റക്കെട്ടാവണം. നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനും ശബരിമല ശാസ്താവും നമ്മുടെ ദേവിയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ? ഇതും കൂടെ ചേർന്നതല്ലേ നമ്മുടെ ഭക്തിയും സംസ്കൃതിയും നമ്മുടെ സനാതന ധർമ്മവുമൊക്കെ? ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സത്ത നഷ്ടപ്പെട്ടവർ ആയിട്ട് നമ്മൾ എന്തിനാണ് സ്വയം കുറ്റപ്പെടുത്തി ശപിച്ചുമൊക്കെ ജീവിക്കുന്നത്? ഗുരുവായൂരിൽ ഇന്നലെ നടന്നത് സാധാരണക്കാരോട് കാണിക്കുന്ന വലിയ അനീതി തന്നെയായിരുന്നു. ഒരു സാധാരണ മനുഷ്യരെ ഭഗവാനെ ഓർത്താണ് ഭക്തരൊക്കെ അതെല്ലാം സഹിക്കുന്നത്. അതെല്ലാം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ മണ്ണിൽ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമർപ്പണമാണ് അതെല്ലാം. അപ്പോൾ ഇത്രയും മോശമായ അന്തരീക്ഷത്തിലൂടെ ഭഗവാനെ ഇത്രയും തിരക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണ്ടേ? ഉദയാസ്തമന പൂജ പോലും മാറ്റിയത് തിരക്ക് പ്രമാണിച്ചാണെന്നാണ് അവർ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടോ എത്രയോ തിരക്ക് അവിടെ ഉണ്ടായി, എത്രയോ കാലതാമസമുണ്ടായി. എന്താണ് ഭഗവാൻ ഇന്നലെ അവിടെ ചെയ്തത്? ഭഗവാൻ ചെയ്ത അത്ഭുത പ്രവൃത്തി കേൾക്കൂ. അവിടുത്തെ പ്രധാനപ്പെട്ട മേൽശാന്തിയാണ് അവിടെ ആ ഉദയാസ്തമന പൂജ വേണ്ട എന്ന് കോടതിയെ സമീപിക്കുകയും ഈ ദേവസ്വം ബോർഡുമായിട്ട് കൂട്ടുനിന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ. അദ്ദേഹം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുവാൻ വേണ്ടി ഓദിക്കന്മാരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഭഗവാനെ പൂജിക്കുന്നത്, ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുന്നത്.
അത് ഇന്നലെ മേൽശാന്തിക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞ് അതിന് വേണ്ടുന്ന നിവേദ്യമൊക്കെ എടുത്തു വയ്ക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് പോയി. ഭഗവാന്റെ തീരുമാനമാണ് ഇന്നലെ അവിടെ നടന്നത്. ഭഗവാൻ ആര് വേണം ആര് വേണ്ട എന്നൊക്കെ ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. ഇന്നലെ തിരുമേനിയുടെ സഹോദരൻ്റെ ഭാര്യ മരിച്ചത് കാരണം തിരുമേനിക്ക് ക്ഷേത്രത്തിൽ വരാനോ ഒന്നും സാധിച്ചില്ല ഈ മേൽശാന്തിക്ക്. അപ്പോൾ ആരുടെ തീരുമാനമാണ് ശരിക്കും അവിടെ നടന്നത്? ഭഗവാന്റെ തീരുമാനമല്ലേ? എന്നിട്ടും ഉച്ചയ്ക്കുള്ള ആ ഭഗവാന്റെ ആ പ്രസാദകൂട്ടിൻ്റെ ദീപം തെളിയിക്കുവാൻ മരണ വീട്ടിൽ നിന്ന് വന്ന തിരുമേനി പുലയുള്ള ആള് ക്ഷേത്രത്തിൽ വരികയും ഭഗവാന്റെ തിരുമുമ്പിൽ ഭദ്രദീപം തെളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ക്ഷേത്രത്തിൽ വീണ്ടും പുണ്യാഹം നടന്നു. അങ്ങനെ 2 മണിക്കൂറുകളൊക്കെ 2-3 മണിക്കൂറുകൾ അധികം പോയി. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിപാവനത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി മേൽശാന്തി പോലും തയ്യാറെടുത്തിരിക്കുന്നു. മരണം സംഭവിച്ച് പുല സംഭവിച്ച മേൽശാന്തി വന്ന് ഭദ്രദീപം തെളിയിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ വന്ന്. അപ്പോൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് പുണ്യാഹം ചെയ്യുന്നു, ശുദ്ധികലശമൊക്കെ നടത്തുന്നു. അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്നവരാണോ, അല്ലെ ഭഗവാന്റെ ആ ശക്തി ആ പ്രഭാവം വർദ്ധിപ്പിച്ച് ക്ഷേത്രം എന്നേക്കും നിലനിന്ന് ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന സാക്ഷാൽ ബ്രഹ്മചൈതന്യത്തിൻ്റെ ശക്തി അവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത്. അത് വർദ്ധിക്കുവാനുള്ള കാര്യങ്ങൾ വല്ലതുമാണോ ചെയ്യുന്നത്? ഭക്തർ അവിടെ സമർപ്പിക്കുന്ന സമ്പാദ്യത്തിൻ്റെ മാത്രം ലാക്കാക്കിക്കൊണ്ട് എത്രയോ കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ഭക്തരുണ്ടെങ്കിലല്ലേ ആ ക്ഷേത്രങ്ങളും ഭഗവാനും ഒക്കെ നിലനിൽക്കൂ. ഭക്തർ തെരുവിൽ പൊടിയിൽ ചൂടിൽ വിയർപ്പിൽ കുളിച്ച് അനാഥരായിട്ട് നടക്കുന്നു. ഭക്തരല്ലാത്തവരെല്ലാം സുഖമായി ഭഗവാനെ പോയി തൊഴുത് അവരുടെ ഡ്രസ്സുകൾ ഉടയാതെ അവരുടെ ശരീരത്തിൽ വിയർപ്പ് പൊടിയാതെ അവർ വന്നതുപോലെ മനോഹരമായിട്ട് ഭഗവാനെ തൊഴുതിട്ട് തിരിച്ചു പോകുന്നു. ആരുടെ കൂടെ ആയിരിക്കും ഭഗവാൻ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലേ? നമുക്കറിയരുതോ? അപ്പോൾ ഇങ്ങനെയും ഒരു ഏകാദശി. പക്ഷേ എനിക്ക് ആ ഏകാദശിയിൽ അത്രയും നിന്നിട്ടും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ശരീരത്തിനുള്ള ബുദ്ധിമുട്ടോ കാലിന് വേദന അങ്ങനെ കാലിനോ ഒന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയതേയില്ല. ശരീരക്ലേശമോ ക്ഷീണമോ ഏകാദശി എടുത്തിട്ട് ഇത്രയും തിക്കിനിടയിൽ പോയിട്ടും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും അതിനുള്ള ക്ഷീണമൊന്നും ഭഗവാൻ തന്നില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. സങ്കല്പത്തിലൂടെ ഭഗവാനോട് തന്നെ ഭഗവാൻ തൻ്റെ ഒപ്പം ഇരിക്കുവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊണ്ടു. അങ്ങനെ ആ ഏകാദശി ദിവസം സമ്പൂർണമായി ഭഗവാന്റെ സന്നിധിയിൽ കഴിഞ്ഞുകൂടി ഇന്ന് തിരികെ വന്നു. അല്പനേരമായതേ ഉള്ളൂ വന്നിട്ട്. എല്ലാവരെയും ഇന്നലെ ക്ഷേത്രത്തിൽ പോകാൻ ധാരാളം പേർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. കഴിയാത്തവർക്കും ഒരു വേള ഞാൻ കരുതി പോകണ്ട, ആ തിരക്കിൻ്റെ ആ ശക്തി വർദ്ധിച്ചപ്പോൾ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് പോകാം, സ്വതന്ത്രമായി ശുദ്ധമായൊക്കെ ശ്വസിച്ച് എവിടെയെങ്കിലും ഭഗവാന്റെ സന്നിധിയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി. എന്തിനാണ് ഈ തിരക്കിൽ പെട്ടത്? ക്യൂവിൽ കയറേണ്ട കാര്യമില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷേ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോരാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് തിങ്ങി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്ന ഞാൻ അതിൽ നിന്ന് ആ ക്യൂവിൽ നിന്ന് പുറത്ത് കടന്നേനെ. എന്നിട്ട് ഭഗവാന്റെ സന്നിധിയിൽ പോയിരുന്ന നാമം ജപിച്ചേനെ. അതിൽ പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിറങ്ങാൻ പോലും കഴിയില്ല. അത്രയ്ക്കും ജനനിമിഡമായിരുന്നു. അങ്ങനെ ഒരു ഏകാദശിയും കടന്നുപോയി. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നലെ ഏകാദശി എടുത്തു. ഇന്ന് പാരണ സമയം. പാരണയൊക്കെ വേടി ഭഗവാന്റെ അനുഗ്രഹങ്ങളിലും ആ ഭഗവാന്റെ നാമജപം പ്രാർത്ഥന മന്ത്രം ഇതിലും സത്സംഗങ്ങളിലൊക്കെ മുഴുകിയിരുന്ന എല്ലാവരും, അതിനൊന്നും കഴിയാതെ പോയവരും ഭഗവാനെ മനസ്സാ സ്മരിക്കുന്നവരും, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അവനവൻ്റെ ജീവിതത്തിൽ ഏകാദശി എടുക്കാൻ പറ്റാതെ പോയ ധാരാളം പേരുണ്ട്. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. എടുത്തവരുടെ വിവരവും എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നും എല്ലാം ഭഗവാന്റെ നിശ്ചയമല്ലേ. ഭഗവാനല്ലേ നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ അനുവദിക്കുന്നതും അനുവദിക്കാതിരിക്കുന്നതും. അപ്പോൾ കാളിയൻ ഭഗവാനോട് പറഞ്ഞതുപോലെ നമുക്കും ഭഗവാനെ തന്നെ പഴിചാരാം. എന്തായിരുന്നു കാളിയൻ പറഞ്ഞത്? ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, എൻ്റെ ഉള്ളിൽ കാളകൂട വിഷം നിറച്ചു തന്നത് ഭഗവാനല്ലേ, എനിക്കപ്പോൾ അതല്ലേ പുറത്തേക്ക് വമിപ്പിക്കാൻ കഴിയൂ.
എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ എൻ്റെ ഉള്ളിൽ കുറച്ച് അമൃതമായിരുന്നു അങ്ങ് നിറച്ചിരുന്നെങ്കിൽ അമൃത് ഞാൻ പൊഴിച്ചേനെ, എല്ലാ ജനങ്ങളെയും ഞാൻ രക്ഷിച്ചേനെ. എൻ്റെ ഉള്ളിൽ വിഷം തന്നിട്ടല്ലേ എല്ലാവർക്കും ഞാൻ ആ വിഷം കൊടുത്തിട്ട് അവരെല്ലാം മരിച്ചു പോയത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏകാദശി എടുക്കുവാൻ സാധിച്ചതും എടുക്കാൻ സാധിക്കാതിരുന്നതും ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഭഗവാനാണ് അതിനെല്ലാത്തിനും കാലസ്വരൂപനായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ബോധ ചൈതന്യമായ സാക്ഷാൽ ആദിമ ചൈതന്യമായ എല്ലാറ്റിൻ്റെയും ഉറവിടമായ ആ ശക്തി ചൈതന്യമായ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സർവകർമ്മങ്ങളും ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.